അങ്ങനെ ചെന്നൈ എഫ് സി മുംബൈ സിറ്റി എഫ് സി മത്സരം 2-0 ചെന്നൈയിനെതിരെ മുംബൈ സിറ്റി എഫ് സിക്ക് ഒരു എവേ വിജയം സ്വന്തമാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു മത്സരം വിജയിച്ചതോടുകൂടി മുംബൈ സിറ്റി എഫ് സി ഒഡീഷ എഫ് സിക്ക് ഒപ്പം തന്നെ 31 പോയിൻറ്റോടുകൂടി ടോപ്പ് ഓഫ് ദി ടേബിൾ എത്തുന്നു. ഗോൾ ഡിഫറൻസിൻ്റെ രീതിയിൽ മാത്രമാണ് ഒഡീഷ ഇപ്പം മുകളിലുള്ളത്. സെയിം നമ്പർ ഓഫ് മാച്ചസും ഒക്കെ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നൊരു സമയത്ത് മുംബൈ സിറ്റി എഫ് സി തന്നെ ഒരു ആധിപത്യം കാട്ടിയിട്ടുള്ളൊരു മത്സരമാണ്. കാരണം ഇപ്പം 20+ അറ്റംപ്റ്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ ഷോട്ട് ഓൺ ടാർഗറ്റ് തന്നെ 8 വന്നിരുന്നു. ഏതായാലും ഈ ഒരു മത്സരത്തിൽ പറയേണ്ട ഒരു കാര്യങ്ങൾ ഇപ്പം ഫസ്റ്റ് ഹാഫിൽ കുറച്ചും കൂടി ചെന്നൈ എഫ് സിക്ക് ചില ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി റാഫേൽ ക്രിവേറോടെ ചില ചാൻസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ആക്ച്വലി ഒരു വൺ മാൻ ഷോ എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും അറ്റാക്കിങ്ങിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊന്നും ഒരു നല്ല രീതിയിലേക്ക് എത്തിയില്ല. പിന്നെ ഒരു ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് അദ്ദേഹം തന്നെ കൊടുത്തൊരു ബോളാണെന്ന് തോന്നുന്നു. അത് റഹീം അലി ട്രൈ നടത്തി ഗോൾ കീപ്പർ തട്ടിയായിരുന്ന സമയത്ത് ഫറൂഖ് ചൗധരി ഗോളില്ലാത്ത പോസ്റ്റിലേക്ക് ഒരു ഷോട്ട് എടുക്കുന്നു. പക്ഷേ ആ സമയത്താണ് ആകാശ് മിശ്ര എന്ന് പറയുന്ന താരത്തിൻ്റെ ഒരു ടൈംലി ഇടപെടൽ നടത്തുന്നത്. ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് അതാണ് ആക്ച്വലി മുംബൈ സിറ്റി എഫ് സി ഒരു മത്സരത്തിൽ രക്ഷിച്ചതെന്ന് പറയാൻ സാധിക്കും. അതല്ലായിരുന്നെങ്കിൽ ആ ഒരു ഗോളിൽ ഉറപ്പായിട്ടും നമുക്കറിയാമല്ലോ ചെന്നൈൻ്റെ ഒരു കാര്യം, അല്ലെങ്കിൽ പിന്നെ ഓവൻ ഗോളിൻ്റെ ഒരു രീതി. അപ്പം അതിൽ നിന്ന് ഒരു ഡ്രോയെങ്കിലും അവർ പിടിച്ചെടുത്തതിന് അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ ഒരു വിജയം സ്വന്തമാക്കുന്ന നിലയിലേക്ക് വരുന്നു. അതാണ് അവർക്ക് ടേണിംഗ് പോയിന്റ്. ആയാലും സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നൊരു സമയത്തും ഈ പറഞ്ഞതുപോലെ ഒരു പെനാൽറ്റി സിറ്റുവേഷൻ അത് സാധാരണഗതിയിൽ ഇപ്പം ചാങ്തെ എടുക്കുന്നു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ലെഗിലും ചാങ്തയ്ക്ക് സമാനമായിട്ടുള്ളൊരു പെനാൽറ്റി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് പുറത്തേക്ക് അടിച്ച് കളയായിരുന്നു മുംബൈക്കെതിരെ, ചെന്നൈക്കെതിരെ. ആ സെയിം സിറ്റുവേഷൻ തന്നെ എഗെയിൻ ഉണ്ടാകുന്നു. അദ്ദേഹം പുറത്തേക്ക് അടിച്ച് കളയുന്നൊരു സിറ്റുവേഷൻ വരുന്നു. പിന്നെ ചാങ്തയ്ക്ക് അങ്ങനെ ഒരു കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഇതിലേക്ക് വരുത്താൻ സാധിക്കില്ല. അദ്ദേഹം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും വർക്കൗട്ട് ആയില്ല എന്നുള്ളതാണ്. ആ സമയത്താണ് ടൈംലി സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ഒരു 65 മിനിറ്റ് കഴിയുന്നൊരു സമയത്ത് ബിബിൻ സിംഗിനെ കൊണ്ടുവരാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പീറ്റർ കാക്കി എന്ന് പറയുന്നൊരു കോച്ച് ഡിസിഷൻ എടുക്കുന്നത്. അവിടെയാണ് ആ ഒരു കളി ചേഞ്ച് ആകുന്നതും. ബിബിൻ സിംഗ് വന്ന് മിനിറ്റുകൾക്കകം തന്നെ ആദ്യ ഗോൾ. അതാണ് റൈറ്റ് ടൈം റൈറ്റ് പ്ലേസിൽ ഉണ്ടാകുക എന്നുള്ള കാര്യം. സൂപ്പർ ഫിനിഷിങ് നടന്നു. അവിടെ ഒരു ഡിഫൻസീവ് മിസ്റ്റേക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം സാർദക് ഗുലുവയുടെ ഭാഗത്ത് നിന്ന്. രണ്ടാമത്തെ ഗോൾ ക്ലിയർലി ബിബിൻ്റെ തന്നെ ഒരു നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. അതായത് ഗോൾ കീപ്പർ എന്ത് ചെയ്യണോ എന്നുള്ളൊരു സിറ്റുവേഷനിലായിപ്പോയി. അദ്ദേഹത്തിൻ്റെ ആ ഒരു റൈറ്റിൽ നിന്ന് കട്ട് ഇൻസൈഡ് ചെയ്തിട്ടുള്ളൊരു ഷോട്ട് എടുക്കുന്ന സമയത്ത് അത് ആ 2 ഗോളുകൾ അടിച്ച് സൂപ്പർ സബ്ബായിട്ട് വന്നിട്ടുള്ള ബിബിൻ കളിയെ തന്നെ മാറ്റിമറിച്ചു എന്നുള്ളതാണ്. ഇവിടെയാണ് ഇപ്പം ഞാൻ എന്ത് പറയുമ്പോഴും KBC ആയിട്ട് കണക്ട് ചെയ്ത് പറയാൻ കാരണം, ആസ് എ KBC ഫാൻ മറ്റ് ടീമുകളുടെ മത്സരങ്ങൾ കാണുമ്പോഴും മറ്റ് പ്ലേയേഴ്സിൻ്റെ കാര്യങ്ങൾ കാണുമ്പോഴും ഒരു KBC പേഴ്സ്പെക്റ്റീവിൽ എപ്പോഴും ഈ മത്സരങ്ങളെ എടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതായത് ഒരു വിങ്ങറായിട്ടുള്ള പ്ലെയർ മോശമായിട്ട്, ഇപ്പം ചാങ്തെ നമുക്കറിയാം നാഷണൽ ടീമിൽ തന്നെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കളിക്കുന്ന പ്ലെയറാണ്. പക്ഷേ ഏതൊരു പ്ലെയറിനും ഒരു ബാഡ് ഡേ ഉണ്ടാകും. ആ ഒരു ലെവലിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, ബിബിൻ സിംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിനും ഗോൾ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കഴിയുന്ന താരമാണ്. അദ്ദേഹം എത്തുന്നു, കളിയിൽ ചേഞ്ച് വരുത്തുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ചേഞ്ചസ് ചിലപ്പോൾ നമുക്ക് മാച്ചിലൊരു ചേഞ്ചസ് ഉണ്ടാക്കാൻ സാധിക്കും. ആ രീതിയിലുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ആസ് എ KBC ഫാൻ എന്ന നിലയിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഏതായാലും അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. മുംബൈ സിറ്റി എഫ് സി വിജയിച്ച് അവരുടെ ഒരു ഷീൽഡ് റേസിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളതാണ്. ഏതായാലും ചെന്നൈ എഫ് സി ഈ ഒരു മത്സരം പരാജയപ്പെട്ട് ആ ഒരു ടോപ്പ് 6 ഫൈറ്റിൻ്റെ ഒരു ഇതിലേക്ക് അവർ ബോട്ടം 6 തന്നെ ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഞാൻ പറഞ്ഞില്ല, ചെന്നൈ എഫ് സി അത്ര ഒരു വലിയ പ്രകടനമൊന്നുമല്ല. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയ പോലെ. കാരണം മുംബൈ സിറ്റി എഫ് സിയുടെ ഡോമിനേഷനൊക്കെ തന്നെ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചെന്നൈയിനെതിരെയാണ് നമ്മൾ വളരെ മോശം പ്രകടനം നടത്തുകയും തോൽക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെയിം സിറ്റുവേഷൻ നമുക്കറിയാമല്ലോ, പഞ്ചാബിൻ്റെ ഒരു കേസിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ തോൽപ്പിച്ച് 3 ഗോൾ തോൽപ്പിച്ചിട്ട് തൊട്ടടുത്ത മത്സരം ജംഷഡ്പൂർ 4 ഗോളൊക്കെ അടിച്ചിട്ട് ജയിക്കുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. സോ ദാറ്റ്സ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ